ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹലോ ഗൈസ് ഫാമിലി. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഒരു സാധനമാണ്. ഇത് ശരിക്കും കർണാടകയിലൊക്കെ നിന്നവരാണ് അവർക്കറിയാൻ പറ്റും. ഇതിന് പറയുന്ന പട്ടു എന്നാണ്. പട്ടു ഒരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ ഇഡ്ഡലി മാവ് ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വന്ന മാവുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള ഇതെല്ലാം കൂടെ അരിഞ്ഞ് നമുക്ക് കൂട്ടത്തിൽ വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റും കൂടെ അരിഞ്ഞ് അതിനകത്ത് അതിനുശേഷം നന്നായിട്ട് നമ്മൾ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് സാധാരണ നമ്മൾ ഉണ്ണിയപ്പക്കാര കോരി ഒഴിക്കുന്ന പോലെ. അപ്പോൾ ഇതിന് വേണ്ട ഒരു ചട്നിയാണ് പുതിനയില ചട്നി. പുതിനയില നന്നായി കഴുകി നമ്മൾ വൃത്തിയാക്കി എടുക്കണം. കൂടെ തന്നെ ഒരു ശകലം മല്ലിയിലയും വേണം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ഒരു കഷ്ണം പുളി, ഇഞ്ചി, വെളുത്തുള്ളി, സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി ഇതെല്ലാം കൂടെ നമ്മൾ എണ്ണയ്ക്കകത്തൊന്ന് ജസ്റ്റ് വഴറ്റിയിട്ട് അതിൻ്റെ കൂടെ ഉഴുന്ന് പരിപ്പും കൂടെ എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീനട്ട് ചട്നി. അതിന് വേണ്ടിയിട്ട് നമ്മൾ പീനട്ട്, കോക്കനട്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, ഇതിൽ നമ്മൾ പുളി ഒഴിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ പുതിനയില ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കടുക് വറുത്തെടുക്കും. പുതിനയില നമ്മൾ അരയ്ക്കുമ്പോൾ അതിനകത്ത് കുറച്ച് കോക്കനട്ടോടെ മിക്സ് ചെയ്യാൻ മറക്കും. അടിപൊളി ടേസ്റ്റ്. അതുപോലെ തന്നെ ഇനി അടുത്തത് നമ്മൾ കടുക് വറുത്തെടുക്കുവാണ് പീനട്ട് ചട്നി. പുതിനയില ചട്നിയിൽ ഒരു ശകലം കായപ്പൊടി ചേർക്കാനും മറന്നുപോയി. തന്നെ കുറച്ച് ജീരകപ്പൊടിയും ചേർക്കാം. നമ്മുടെ പീനട്ട് ചട്നിയിൽ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. ഈ അവസരത്തിൽ നമ്മൾ ഉടുപ്പി സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സാമ്പാർ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് കടുവറക്കൊന്ന് മാത്രമേ എടുത്തുള്ളൂ. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് മാവോ ദോശമാവോ അധികം വരുവാണെങ്കിൽ വേസ്റ്റാക്കി കളയാണ്ട് ഇങ്ങനെ പട്ടു ഉണ്ടാക്കി കഴിച്ചു നോക്കണം. സൂപ്പറെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. കൂടെ പുതിനയില ചട്നി ഉണ്ടാക്കാനും മറക്കും. ഓക്കെ, ബൈ ബൈ. പുതിയ വീഡിയോമേ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.